അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ കാവിലെ തെയ്യവും എൻ്റെ പഴയ കുറച്ച് ഓർമ്മകളും പിന്നെ നമ്മുടെ നാട്ടുകാരെക്കുറിച്ചും ഒക്കെയാണല്ലോ. അപ്പോൾ പകലത്തെ കുറച്ച് വീഡിയോ ആണിത്. ഓടിച്ചാടി നടന്ന വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. എന്നാൽ കൂടെ എടുത്ത വീഡിയോ കുറച്ച് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി. അറിയുന്ന എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾക്ക് ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ എൻ്റെ നാട്ടുകാരെ കുറിച്ചുകൂടി അറിയണ്ടേ. അവരുടെ ഒരു മാസത്തെ സൗഹൃദ കൂട്ടായ്മയും കഠിന പ്രയത്നവും ഒക്കെയാണ് നമ്മുടെ ഈ ജനുവരി മാസത്തെ തെയ്യം ഇത്രയും മനോഹരമാക്കുന്നത്. 3 ദിവസത്തെ പരിപാടിയാണ് ഉണ്ടാവുന്നത്. അതിൽ ഫസ്റ്റിലത്തെ ദിവസം നമ്മുടെ നാട്ടിലെ തന്നെ ആളുകളുടെ കലാപരിപാടികളാണ്. അതിനെനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. പിറ്റേ ദിവസം നാടകവും അല്ലെങ്കിൽ ഗാനമേള അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. ഈ വർഷം ഗാനമേളയാണ് ഉണ്ടായിട്ടുള്ളത്. പകൽ ഏകദേശം ഒരു ഉച്ചയാകുമ്പോഴേ പിന്നെ മനസ്സിന് സങ്കടം വരാൻ തുടങ്ങും. കാരണം ഇത് ഏകദേശം കഴിയാനായല്ലോ. അത്ര നാളുമുള്ള ഒരു ഒച്ചപ്പാടും ബഹളവും എല്ലാം ഇന്നൊരു ദിവസം കൂടി കഴിയുമ്പോൾ കഴിഞ്ഞെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു സങ്കടമാണ്. കാരണം പിന്നെ ഒരു മുത്തപ്പൻ്റെ മുടി അയക്കുമ്പോഴൊക്കെ മനസ്സിനൊരു സങ്കടത്തോട് കൂടിയിട്ടാണ് അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക അവിടെ. ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെയാണെങ്കിലും കുടുംബക്കാരെയാണെങ്കിലും കൂടെ പഠിച്ചവരെ കൂടെ കളിച്ചവരെ ഒക്കെ ഒരുമിച്ചിട്ട് ഇങ്ങനെയൊരു ഉത്സവ സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. അങ്ങനെ എല്ലാവരെയും കണ്ട് സന്തോഷമായി. അല്ല, ഞാൻ കളിച്ച് നടക്കുന്ന പ്രായത്തിൽ എടുത്ത് നടന്ന കുഞ്ഞു മക്കളുണ്ടല്ലോ, അവരൊക്കെ ഇപ്പോൾ വലുതായിട്ട് എന്നേക്കാൾ ഹൈറ്റ് വെച്ച്. അവരോട് ഞാൻ പറയുകയും ചെയ്ത്, പോയി എൻ്റെ കുട്ടികളെയും കൂടി എടുത്തിട്ട് നടക്ക്, ഞാൻ നിങ്ങളെയൊക്കെ എത്ര എടുത്ത് നടന്നതാണെന്ന്. അങ്ങനെ പറഞ്ഞ് പിള്ളേരെയൊക്കെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരു സന്തോഷം. നമുക്ക് അങ്ങനെയൊക്കെയല്ലേ എല്ലാവരെയും കണ്ട് മതിമറന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരവസരമല്ലേ മാക്സിമം ഉപയോഗിച്ച്. പോതീൻ്റെ മുടിയഴിക്കലും വലിയ മുത്തപ്പൻ്റെ മുടിയഴിക്കലും കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങ് പേരാവൂരേക്ക് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ഡ്രസ്സ് പാക്കിങ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഭക്ഷണം കഴിച്ചത് 3-3:30 ആയി. ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല തലവേദനയും തുടങ്ങി. അപ്പോൾ ചെറിയ മുത്തപ്പൻ്റെ മുടിയഴിക്കലും കലാശക്കൊട്ടും കേൾക്കുമ്പോഴേക്കും ഇനി എൻ്റെ മൊത്തം കൺട്രോൾ പോകും, നല്ല വേദന തുടങ്ങും. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ നാട് പിടിക്കാമെന്ന് വിചാരിച്ചു. പോസ്റ്റ് ചെയ്യുമ്പം തന്നെ തെയ്യം കഴിഞ്ഞ് ഒരാഴ്ചയായി കാണും. എന്തായാലും കുറച്ച് ലേറ്റായി പോയി. ഇനി അടുത്ത വർഷത്തെ തെയ്യത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.